കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളനെ റിമാൻഡ് ചെയ്തു. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ഇയാളെ റിമാൻഡ് ചെയ്തത്. ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളനെ കഴിഞ്ഞ ദിവസമാണ് കുടകിൽ നിന്ന് പിടികൂടിയത്. അതേസമയം ജയിലിന് മുന്നിൽ വെച്ച് യൂട്യൂബ് മണവാളനും സുഹൃത്തുക്കളും റീൽ ചിത്രീകരിച്ചതും വിവാദമായിട്ടുണ്ട്. 2024 ഏപ്രിൽ 19 കേസിനാസ്പദമായ സംഭവം. കേരളവർമ്മ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇയാളും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥി ഗൗതം കൃഷ്ണനെയും സുഹൃത്തിനെയുമാണ് മണവാളൻ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീൻ ഷായും സംഘവും കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. കാർ വരുന്നത് കണ്ടിവർ ബൈക്ക് റോഡിനൊരു വശത്തേക്ക് ഒതുക്കിയെങ്കിലും ഇടിച്ചിടുകയായിരുന്നു. അപകടത്തിൽ ഗൗതമിനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തതിനെ തുടർന്ന് യൂട്യൂബർ മണവാളൻ ഒളിവിലായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. തിങ്കളാഴ്ച കുടകിൽ വെച്ചാണ് യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിലായത്. ചൊവ്വാഴ്ച രാവിലെ 10:30 വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച മണവാളനെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. തൃശൂരിലെ 2ാം നമ്പർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. അതേസമയം വിയ്യൂർ ജയിലിന് മുന്നിൽ വെച്ച് യൂട്യൂബർ മണവാളനും സുഹൃത്തുക്കളും റീൽ ചിത്രീകരിച്ചതും വിവാദമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.